Genesis chapter 14, verse 18 to 20 is the first example of giving in the Bible. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന ഒരു ഉദാഹരണമാണ്, കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണമാണ്. God had not laid any commandments, any instructions to give. But here was Abraham, after he came from a great victory over the kings, he is encountered by the king, by the priest Melchizedek. And Melchizedek, the priest of the Most High God, comes and blesses him. So that's the whole background. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നു. എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം, ദശാംശമാണോ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അന്ന് പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്നാൽ താനും മെൽക്കീസദേക്കും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നാം ഇവിടെ കാണുന്നത്. So let's read from verse 18 to verse 20. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശാലേം രാജാവായ മെൽക്കിസെദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. Now this is the first example of a man who walked with God. ദൈവത്തോടു കൂടെ നടന്ന ഒരു മനുഷ്യൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. More than a commandment and instruction coming from God, he was one who walked with God, had a divine revelation from God about the nature and the way and the principle of God. And Abraham gave of everything that he got from that battle. ഇങ്ങനെ കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കൊടുത്തേക്കാം എന്നുള്ള വിധത്തിലല്ല, ദൈവത്തോട് കൂടെ നടന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെതായിട്ടുള്ള ഹൃദയത്തെ മനസ്സിലാക്കി ഇവിടെ തനിക്കുള്ളതിൻ്റെയൊക്കെയും ഒരു പങ്ക് കൊടുക്കുന്നതായി നാം ഇവിടെ വായിക്കുന്നു. It says he gave tithe, he gave a tenth of everything that God gave him. താൻ അവിടെ ദശാംശം കൊടുക്കുന്നതായിട്ട് നാം വായിക്കുന്നു. Now we see this because he knew that God is the source of my victory. He was acknowledging God. God, you have given me victory. You are my provision. You are my caretaker. You are my provider. And even without any commandment or instruction, Abraham was moved by divine revelation to give a tenth of everything. ദൈവമേ, നീയാണ് എനിക്ക് ജയം തന്നിരിക്കുന്നത്, നീയാണ് എന്നെ ഒരു ജയാളിയാക്കിയിരിക്കുന്നത്, എന്റെ ശത്രുക്കളുടെ മീതെ എന്നെ ഉയർത്തിയവനും അവിടെ എനിക്ക് ജയം നൽകി എന്നെ നിർത്തിയിരിക്കുന്നവനും നീയാണെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത അബ്രഹാമാണ് വീണ്ടും ഇങ്ങനെ കൊടുക്കുവാനിടയായത്. Many times when we think about tithe, we think that it's an Old Testament kind of thing. Tithe was given to the people of Israel by Moses, and therefore it was part of the law to give tithes. But tithes was something which came by divine revelation, and Abraham practiced tithing before the law came. ദശാംശത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നാം ഇങ്ങനെ ചിന്തിക്കുന്നു, പഴയ നിയമത്തിലെ മോശയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ അകത്ത് ഇങ്ങനെ 10-1 കൊടുക്കണം എന്നൊരു കൽപ്പന ഉള്ളത് കൊണ്ടാണ് നാം അങ്ങനെ കൊടുക്കേണ്ടതെന്ന്. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് ഇവിടെ വായിക്കുമ്പോൾ തനിക്കുള്ളതിന്റെയൊക്കെയും ഒരു പങ്ക്, ഒരു ദശാംശം അവിടെ കൊടുത്തു എന്ന് നാം കാണുന്നു. Now Leviticus chapter 27, here is where we see that God was giving instructions through Moses to the people of Israel who were God's people that they must give tithes to God. ലേവ്യ പുസ്തകം 27-ാം അധ്യായം ഇവിടെയാണ് ന്യായപ്രമാണത്തിൽ മോശ മുഖാന്തരം ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നത്, നിങ്ങൾക്കുള്ളതിന്റെ ഒരു ദശാംശം കൊടുക്കണം എന്ന്. Can we just quickly read from 30 to 32 in Malayalam? Leviticus chapter 27. 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശം ഒക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് 5-1 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10-1 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്. വെച്ചു മാറുകയും അരുത്. വെച്ചു മാറുന്നുവെങ്കിൽ അതും വെച്ചു മാറിയതും വിശുദ്ധമായിരിക്കണം. Here was God instituting the principles of tithing to a group of people who were called out by God. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ജനത്തോട് ദൈവം ദശാംശത്തെ കുറിച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. Tithing meant tenth of everything that they had with them. അവർക്ക് ഉള്ളതിന്റെയൊക്കെയും 10-1 ആണ് അത് അർത്ഥമാക്കിയത്. Two very important principles came out of this, that tithe belonged to God. It was God's. So everyone in Israel had to separate the tenth of what they had and give it to God.
tithe belonged to God. അവിടെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിലെ ഫലത്തിലും ദേശത്തിലെ ദശാംശം ഒക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം ആകുന്നു. അത് ദൈവത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന് ദൈവത്തിന്റെ ജനത്തെ അവിടെ പറഞ്ഞു പഠിപ്പിച്ചു. Behind every law that God was instituting, there was a heart. There is a heart of God. ഇതൊരു ന്യായപ്രമാണം എന്നുള്ള വിധത്തിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോഴും നമുക്കറിയാം, ആ വാക്കുകളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ഹൃദയം അല്ലെങ്കിൽ ദൈവം അതിന്റെ പിന്നിൽ അവരെ മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ച ഒരു തത്വമുണ്ടായിരുന്നു. Tithe belonged to God. It was holy. It was set apart. It was consecrated. It must not be used for personal use. ഇത് ഈ ദശാംശം ഇത് യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധമെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ മാറ്റിവെക്കണം. അത് നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ള വിധത്തിൽ ഒരു നിയമമായിട്ട് തന്നെ ദൈവത്തിന്റെ ജനത്തിന് ദൈവം അന്ന് കൊടുത്തു. Because behind that was the heart of God, which revealed the nature of who He was. എന്നാൽ ഒരു ന്യായപ്രമാണമായി ഈ കാര്യം പറയുമ്പോഴും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ സ്വഭാവം, തന്റെ ജനത്തിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. When the commandment of God was, do not commit adultery, it was just an external commandment. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് പുറമേ നിന്ന് ഇത് ചെയ്യരുത് എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു ന്യായപ്രമാണം മാത്രമായിരുന്നു. But behind that law was the heart of God, who is holy. And when Jesus came, He explained to them, this is the heart, the Father's heart, the nature of God, who wants us to be holy, so that it is not just the act of committing adultery, but even the thought, even the thinking, even the lustful look is sin before Him. That's the nature of God. വ്യഭിചാരം ചെയ്യരുതെന്ന് ന്യായപ്രമാണത്തിൽ, മോശയുടെ ന്യായപ്രമാണത്തിൽ ഒരു കൽപ്പനയായി അത് പറഞ്ഞപ്പോൾ തന്നെ യേശു വന്ന് അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തെയും നിലവാരത്തെയും വിവരിച്ചു പറഞ്ഞപ്പോൾ, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുമ്പോൾ നീ പുറമേ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് മാത്രമല്ല, ഒരു സ്ത്രീയെ നോക്കി നീ മോഹിച്ചാൽ പോലും അത് വ്യഭിചാരത്തിന് തുല്യമായിരിക്കുന്നു എന്നുള്ള നിലവാരത്തിലാണ് ദൈവം അതിന്റെ കാണുന്നത്. ആ വിശുദ്ധിയെ ദൈവം കണ്ടിരിക്കുന്നത് എന്ന് യേശു ദൈവത്തിന്റെ ഹൃദയത്തെ വിവരിച്ചു പറയുവാനിടയായി. So tithing was kept as a safeguard for the people of God, so that they would know that when they gave, they knew that God was the one who strengthened and made provision for them, gave strength so that they could give. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദശാംശം ദൈവത്തിന് കൊടുക്കണം, അത് യഹോവയ്ക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 10% മാത്രം ദൈവത്തിന് കൊടുത്താൽ മതി എന്നുള്ള വിധത്തിൽ ഒരു ന്യായപ്രമാണമായിട്ടല്ല പറഞ്ഞത്. അത്രയുമെങ്കിലും തന്റെ ജനം ഗ്രഹിക്കേണ്ടതിന് നിങ്ങളെ സമ്പന്നരാക്കുന്നത്, നിങ്ങളുടെ ശത്രുക്കളുടെ മീതെ ഉയർത്തുന്നവൻ ദൈവമാണെന്നും നിങ്ങൾക്കുള്ളത് അവന് വേണ്ടി ഉള്ളതാണെന്നുമുള്ള ഒരു പ്രമാണം തന്റെ ജനത്തിന്റെ ഉള്ളത്തിലേക്ക് ഇടുവാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞത്. It is God who gives strength to His people to make wealth, as it says in Deuteronomy. ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്നത് പോലെ തന്നെ സമ്പത്തുണ്ടാക്കുവാനുള്ള ബലം യഹോവയാണ് നിങ്ങൾക്ക് നൽകുന്നത്. There are two systems in place, the Babylonian system and God's system. രണ്ട് തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് നമുക്കറിയാം. ഒന്ന് ബാബിലോണിയൻ, ഈ ജാതികളുടേതായിട്ടുള്ള ഈ ലോകപ്രകാരമായിട്ടുള്ള ഒരു വ്യവസ്ഥ. ഒന്ന് ദൈവത്തിന്റെ സാമ്പത്തിക At the വ്യവസ്ഥ. Tower of Babel, that's what they did. We will build, we will do it, we will make and reach heaven. And that's the Babylonian system. With my work, with my hard work, with what I can do, with my strength, I will make wealth. ഈ ജാതികരായിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്നത് പോലെ തന്നെ തങ്ങളുടേതായിട്ടുള്ള സമ്പത്തുകളുടെ മേഖല വരുമ്പോൾ അതിനകത്ത് ദൈവമേ ഇല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇത് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കുവാനാണ്, ഇത് ഉപയോഗിച്ച് ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യും എന്ന് ദൈവത്തെ തികച്ചും മാറ്റി നിർത്തി ചിന്തിക്കുന്ന സമ്പത്തിന്റെ മേഖല ഒരു ജാതീകമായ മനസ്സാണ് അങ്ങനെ ചിന്തിക്കുന്നത്. But one of the keys to financial breakthrough is that if you will be faithful with respect to your giving, your 10th
heart. That's the basic minimum which by divine revelation a man of God called and instituted. You will begin to see yourself walking in financial well-being. എന്നാൽ ദൈവമനുഷ്യനിലൂടെ ദൈവം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ 10-1 നിങ്ങൾ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളുടെ സമ്പത്തിന്റെ മേഖലയ്ക്കകത്ത് ദൈവത്തെ മാറ്റിവെച്ച് ചിന്തിക്കരുതേ. അത് യഹോവയ്ക്കുള്ളതാണെന്ന് നിങ്ങളെ നിരന്തരമായി ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ പ്രമാണത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും മിനിമം ആണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കാണുവാൻ That's why Paul was instructing the Corinthian church, do not give it as a grudging obligation. Do not give it because somehow I am causing you, motivating you to give. Do not give it as a grudging obligation, but give it as unto God with a cheerful heart. അതാണ് പൗലോസ് സഭയോട് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും പൊറുപൊറുത്ത് ബുദ്ധിമുട്ടി എന്നാ പൗലോസെ നിനക്കിരുന്നോട്ട് എന്നുള്ള വിധത്തിൽ ഒന്നും നിങ്ങൾ ഇത് ചെയ്യരുത്. നിങ്ങൾ സന്തോഷത്തോടുകൂടെ ദൈവത്തിന് എന്നതുപോലെ ഇത് ചെയ്യുക എന്ന് സഭയെ പൗലോസ് പ്രോത്സാഹിപ്പിക്കുന്നു. Tithing was instituted as a safeguard for the people of God. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി തന്റെ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ അവർ ദൈവത്തിൽ നിന്നും തികച്ചു മാറിപ്പോയി ഈ ലോകപ്രകാരമായി തീരാതിരിക്കേണ്ടതിന് ഏറ്റവും കുറഞ്ഞ വിധത്തിലുള്ള ഒരു പ്രമാണം ദൈവം കൊടുത്തതാണ്. നിങ്ങളുടെ 10-1 എങ്കിൽ പോലും ദൈവത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. That they would never depend on the strength and their ability and say, I made this wealth. They would always say, even as they give, God, I thank you for giving me ability to make this resource, this money, this provision, and I'm thankful, God, and you give it to അങ്ങനെ God. തന്റെ സമ്പത്തിലുള്ളത് അവർ ദൈവത്തിങ്കലേക്ക് കൊടുക്കുമ്പോൾ അതൊരു കാര്യം അങ്ങ് കൊടുത്തു എന്ന് മാത്രമല്ല, ദൈവമേ ഈ സമ്പത്തുണ്ടാക്കുവാനുള്ള കഴിവ് അങ്ങാണ് എനിക്ക് നൽകിയിരിക്കുന്നതെന്നും ദൈവമേ ഇതിനൊക്കെയും ഞാൻ നിന്നോട് എക്കാലത്തും കടപ്പെട്ടവനാണെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നാം ദൈവസന്നിധിയിലേക്ക് അത് സമർപ്പിക്കുന്നത്. What does tithe mean? ഇങ്ങനെ ദശാംശം എന്ന് പറയുമ്പോൾ എന്താണ് അത് It means അർത്ഥമാക്കുന്നത്? the 10th of all your income, your salary, the gift that you get. If there is a sale that happens, you have a property, it is sold, God gives you money, the 10th of everything is holy unto God. That is God's heart. നമുക്കുള്ളതിലൊക്കെയും നമുക്ക് ലഭിക്കുന്ന ശമ്പളമായേക്കാം, നമുക്കുള്ള കാര്യങ്ങളായേക്കാം, അതിൻ്റെയൊക്കെയും ദശാംശം അത് ദൈവത്തിങ്കലേക്ക് കൊടുക്കുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. One of the keys for financial breakthrough is to be a faithful tither. Is someone who faithfully, very purposefully, on purpose, separates the first 10th of his or her income and says, God, this is holy. This is set apart for you. This is you because you gave me opportunities. You opened doors. You made provisions for me to give. And therefore, I'm giving this as an acknowledgement of you as my source. സാമ്പത്തിക മേഖലയ്ക്കകത്ത് മുന്നേറേണ്ടതിനായിട്ടുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള താക്കോലുകളിൽ ഒരു കാര്യം അതിങ്ങനെയായിരിക്കുന്നു. നാം ഏറ്റവും ദൈവികതയോടെ ആ ഒരു ദൈവഭയം നമ്മുടെ ഉള്ളത്തിൽ ഉള്ളവരെ പോലെ ദൈവത്തിങ്കലേക്ക് നമുക്കുള്ളതിൻ്റെയൊക്കെയും വിശ്വസ്തയോടുകൂടെ, ഉദ്ദേശത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ദശാംശം കൊടുക്കുന്നവരായി നാം ആയിരിക്കുന്നു എങ്കിൽ ദൈവം അതിനെ മാനിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. Hallelujah. Hallelujah. God wants us to be people who are faithful with respect to giving. ഈ കാര്യത്തിനകത്ത് നാം ഏറ്റവും അധികം വിശ്വസ്തരായിരിക്കണം എന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. Not just like the people of Israel who only saw the external law but never ever could understand the heart of why God was saying what he was saying. പഴയ നിയമത്തിനകത്ത് ഇസ്രായേൽ ജനം ഒരു ന്യായപ്രമാണമായിട്ട് മാത്രം ദൈവം പറഞ്ഞു അത് ആചരിക്കുക, അതങ്ങനെ ചെയ്തേക്കാം എന്നുള്ള വിധത്തിൽ മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നവരായിട്ട് നമുക്കത് ചെയ്യുവാൻ കഴിയണം. Someone who has faithfully been tithing their life would never walk in financial limitation because it is God's insurance for their life. ഇത് ദൈവം നമ്മുടെ ജീവിതത്തിന്റെ നേരെ തരുന്ന ഒരു ഇൻഷുറൻസ് പോലെ ഒരു കാര്യമാണ്. നാം വിശ്വസ്തയോടുകൂടെ ദശാംശങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിങ്കലേക്ക് നാം അർപ്പിക്കുന്നവരാണെങ്കിൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് മുന്നേറ്റം കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു ദൈവികമായ താക്കോലായിരിക്കുന്നു. You break the power of poverty in your life. It doesn't depend upon how much you are earning, how much you have. Just like
the widow who gave the 2 mites that she had. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമുക്ക് എത്രയധികം സമ്പത്തുണ്ട്, നാം ഇന്ന് ഏത് അവസ്ഥയിലായിരിക്കുന്നു, ഏത് ജോലിയാണ് ചെയ്യുന്നത്, ഏത് പഠിത്തമാണ് ഉള്ളത്, ഇങ്ങനെയുള്ളതായിട്ടുള്ള വിഷയങ്ങൾ ഒന്നുമല്ല ഈ ദാരിദ്ര്യത്തിൻ്റെതായിട്ടുള്ള ചക്രം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പൊട്ടിമാറുന്നത് വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നാം കൊടുക്കുന്നവർ ആയിത്തീരുന്നതിലൂടെയാണ്. Many times we think, oh, if we had some money, then we could give. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എന്റെ ദൈവമേ, എന്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ അങ്ങ് തരായിരുന്നു. That's why God picked up the Macedonian church. They were in utter poverty. They were in deep persecution. They did not have an abundance of resources, but they partook of the nature of God and they gave for the cause of God. അതുകൊണ്ട് തന്നെ കൊടുക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഈ ചാപ്റ്റേഴ്സിനകത്ത്, ഈ അധ്യായങ്ങൾക്കകത്ത് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് മക്കതോനിയ സഭയെയാണ്. അവരെ കുറിച്ചുള്ള വിവരണം നാം കേൾക്കുമ്പോൾ, അവരുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ, അവർക്കില്ലാത്തത് അവരുടെ കഴിവില്ലായ്മയ്ക്കകത്ത് അവർ കൊടുത്തതിനെ കുറിച്ചാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. The widow who put 2 mites in the treasury. Jesus was looking at everyone who was putting their offerings, and Jesus said she put more than anyone else. That was Jesus' comment. ആ ദേവാലയത്തിന്റെ അകത്ത് ഓരോരുത്തരും പാത്രത്തിനകത്ത് എന്തുവാണ് കൊണ്ടുവന്നിടുന്നതെന്ന് ശ്രദ്ധയോടെ നോക്കിയിരുന്ന യേശു ഇത് കണ്ടു. വിധവ കൊണ്ടിട്ട ആ 2 കാശ് മറ്റുള്ളവരിട്ടതിനെക്കാട്ടിലെല്ലാം വിലയേറിയതായിട്ട് യേശു കണ്ടത് അവൾക്കുള്ളതൊക്കെയും അവൾ കൊടുത്തു എന്നുള്ള അവളുടെ വിശ്വസ്തതയാണ്. Heaven takes notice when you begin to obey what God commands to us. ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യത്തെ നാം അതുപോലെ എടുത്ത് അനുസരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വസ്തതയെ സ്വർഗം അവിടെ ഇരുന്ന് കാണുകയാണ്. Hallelujah. Hallelujah. Your present state is no problem to God, and it must not be a problem to you. ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയ്ക്കകത്തായിരിക്കുന്നുവോ അത് ദൈവത്തിനൊരു പ്രശ്നമല്ല, അത് നിങ്ങൾക്കും ഒരു പ്രശ്നമായിരിക്കരുത്. God wants you to walk in financial blessing. God wants you to have a financial breakthrough. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൊരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ സമ്പന്നതയ്ക്കകത്ത് നിങ്ങൾ ജീവിക്കണമെന്ന് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതവും ആയിരിക്കുന്നു. But there are divine ways and principles that God lays down so that we can enjoy the benefit of God's blessing in our എന്നാൽ life. ദൈവം ആഗ്രഹിക്കുന്ന ഈ സ്ഥാനങ്ങളിലേക്ക് നാം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ദൈവം വഴികളെ വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രമാണങ്ങളുണ്ട്. അത് അനുസരിക്കുക, അതിൽ മുൻപോട്ട് പോകുക എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Our tithing is the basic minimum. We are not giving to God. Our tithe is only that we are returning to God what we have received from Him. നാം ദശാംശം കൊടുക്കുമ്പോൾ നാം ദൈവത്തിന് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമായിട്ട് നാം അതിനെ കാണുന്നു എങ്കിലും ദൈവം തന്നതിന്റെ അകത്ത് നാം ദൈവത്തിന് മടക്കി കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് But അതിനകത്തായിരിക്കുന്നത്. our actual giving begins when we begin to give more and above our tithe. എന്നാൽ ഈ ദശാംശത്തെക്കാട്ടിലും ഉപരിയായ ഏറ്റവും മിനിമമായിട്ട് നിങ്ങൾ ഇത്രയും എങ്കിലും ചെയ്യണം എന്നുള്ള വിധത്തിലാണ് ആ പ്രമാണം പറഞ്ഞിരിക്കുന്നത്. അതിനകത്തുനിന്ന് കൂടുതൽ കൂടുതൽ ഉയരുവാനും കൊടുക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയുന്നത് ദൈവിക അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. You earn 1,000 rupees a month. You make a decision in God. God, I'm going to be a faithful tither. 1000 രൂപ മാത്രമേ എനിക്ക് ഒരു മാസം കിട്ടുന്നുള്ളൂ. ദൈവമേ, ഈ കിട്ടുന്നതിന്റെ അകത്തുനിന്ന് നിനക്കുള്ളത് മടക്കി തരുവാൻ ഞാൻ വിശ്വസ്തത ആചരിക്കുമെന്നൊരു തീരുമാനം നാം എടുത്തു കഴിഞ്ഞാൽ The first 100 you are returning to God as a part of His instruction. ഈ 1000ന്റെ അകത്തുനിന്ന് ഒരു 100 രൂപ എടുത്ത് വിശ്വസ്തതയോടുകൂടെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ നാം അർപ്പിച്ചാൽ, And then you say, God, now I want to be a partaker of your nature. So I'm going to give extra. I'm going to give more because I want to be a great giver in ആ God's 100ൽ kingdom. ആരംഭിച്ചിട്ട് വീണ്ടും ഹൃദയം പറയുകയാണ്, ദൈവമേ, നിന്നെ പോലെ കൊടുക്കുന്നവനായി എനിക്കായി തീരേണ്ടതിന് ഞാൻ വിശ്വാസത്തോടുകൂടെ ഇതിലും അധികം കൊടുക്കുവാൻ ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുന്നു എന്ന് പറയുമ്പോൾ You walk into God's financial system. നാം അവിടെ പടിപടിയായിട്ട് ദൈവത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. Because now you're not trusting your ability, you're
trusting God's ability to fulfill His word. കാരണം അങ്ങനെ വരുമ്പോൾ എനിക്കുള്ളതും എനിക്ക് സമ്പാദിക്കുവാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കകത്തല്ല ഞാൻ എൻ്റെ വിശ്വാസവും ആശ്രയവും വെക്കുന്നത്, മറിച്ച് ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധയും എൻ്റെ മനസ്സും തിരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. Even as young children, we must learn. Every youth, every young child, every person in this house must learn that whatever you receive as a gift, as an offering, whatever you get in your hands, set apart the first tenth of that and say, God, this is your gift to me and I give it to you. ഇവിടെ കുഞ്ഞുങ്ങളായിട്ട് യുവാക്കന്മാരായിട്ട് ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പാഠമാണ്. അത് ഞാൻ സമ്പാദിച്ചെടുക്കുന്ന ഒരു കാര്യമായിരിക്കത്തില്ല, എന്നാൽ ദൈവം എൻ്റെ കരങ്ങളിൽ തരുന്ന എന്തിൻ്റെയും ഒരു ദശാംശം ദൈവത്തിങ്കലേക്ക് വിശ്വസ്തയോടെ കൊടുക്കുന്നവനായിരിക്കണം ഞാൻ. അതെന്റെ ജീവിതത്തിന്റെ ഒരു വഴിയായിരിക്കണം എന്നുള്ളത് നമ്മുടെ അനുസരണത്തിന്റെ ഒരു ലക്ഷണമാണ്. Hallelujah. Hallelujah. Isn't that wonderful that God lays out Amen. plans for Amen. our success? Amen. നാം അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിന് ദൈവം തന്നെ അതിനു വേണ്ടിയുള്ള വഴികൾ നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നത് അത് ദൈവത്തിന്റെ We വിശ്വസ്തതയാണ്. are not just try to depend and struggle and strive in our own ability, but trust in God's faithfulness. നാം തന്നെ ചെയ്യുന്ന കാര്യത്തിലും നമ്മുടെ അധ്വാനത്തിലും ആശ്രയിക്കുന്നവരായിട്ടല്ല, പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നാം ആയിത്തീരേണ്ടതിന് ദൈവം അങ്ങനെ നമ്മോട് പറയുന്നു. And we must understand the principle of seed. God has spiritual principles and we must know the principles of God. വിത്തിനെ കുറിച്ച് ദൈവവചനം ഒരുപാട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിന്റെ പിന്നിൽ ദൈവം പറയുന്നതായിട്ടുള്ള പ്രമാണത്തിലേക്ക് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. Just like there are natural laws, there are spiritual laws that govern the spiritual world. ഭൗമികമായ ലോകത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന നിയമങ്ങൾ പോലെ തന്നെ ആത്മമണ്ഡലങ്ങളിൽ അവിടെ വ്യാപരിക്കുന്നതും അവിടെ സ്ഥിരമായി പ്രവർത്തിക്കുന്ന ചില ആത്മീയമായ നിയോഗങ്ങളും നിയമങ്ങളും ഉണ്ട്. Some are eternal laws. They are applicable in heaven, they're applicable in the spirit world, they're applicable in the natural world. ഇത് നിത്യതയോളം നിലനിൽക്കുന്ന വിധത്തിലുള്ള ദൈവത്തിന്റെ പ്രമാണങ്ങളാണ്. സ്വർഗത്തിലും ഭൂമിയിലും നിത്യതയോളം ആരിതനുസരിച്ചു കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള അനന്തര ഫലങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അകത്ത് അനുഭവിക്കും എന്നുള്ള വിധത്തിൽ ദൈവം തന്നെ സ്ഥാപിച്ചിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങളുണ്ട്. The laws of sowing and reaping. നാം വിതയ്ക്കുക, നാം കൊയ്യുക എന്നുള്ളത് ദൈവികമായ ഒരു പ്രമാണമാണ്. That's one of the laws that God has instituted. What you sow is what you reap. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും എന്നുള്ളത് ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു നിയമമാണ്. It's a powerful truth. അത് വളരെ 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 ശക്തമായി നാം ഗ്രഹിക്കേണ്ടതായിട്ടുള്ള ഒരു ആത്മീയ സത്യമാണ്. Many times we say to God, we are in need. But many times God speaks back to us and says, where is your seed? പലപ്പോഴും നാം ദൈവത്തോട് പറയുന്നു, ദൈവമേ ഇന്ന് ആവശ്യത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. എന്നാൽ ദൈവം നമ്മോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ വിത്ത് എവിടെ? I gave you seed, but what did you do with your seed? നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചതായിട്ടുള്ള വിത്തുകൾ കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ദൈവം നമ്മോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. We say, Lord, we are in need, we want financial breakthrough. But God says, I've laid plans and purposes and principles so that you can walk in well-being, so that you can be just like me, a great giver for the purposes of God. ദൈവത്തെ പോലെ തന്നെ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ധാരാളമായി കൊടുക്കുന്നവരായി നാം ആയിത്തീരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Genesis 8:22 says, as long as the earth remains, there will be seed time and harvest time. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല. Seed time and harvest time. അവിടെ വിതയ്ക്കുന്നതിനെ കുറിച്ചും കൊയ്യുന്നതിനെ കുറിച്ചും പറയും. It's a powerful principle. ഇത് ഒരു ശക്തമായി ദൈവം തന്നെ വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണിത്. But sometimes, even as spiritual people, we are ignorant about the spiritual laws and ways which God has sustained the spiritual world. ദൈവം വെച്ചിരിക്കുന്ന ഈ പ്രമാണത്തെ പലപ്പോഴും ആത്മീയരായ നമ്മൾ പോലും അതിനെ അവഗണിക്കുന്നു, അത് മനസ്സിലാക്കാതെ പോകുന്നു. And then we cry out to God and say, God, why are you not blessing me? ദൈവത്തിന്റെ പ്രമാണങ്ങളെ നാം ശ്രദ്ധിക്കാതെ അതനുസരിക്കാതെ നാം മുമ്പോട്ട് പോകുകയും പിന്നെ ദൈവത്തോട് തന്നെ നാം
ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്നില്ല? And God says, I send you my light so that you will know my truth, so that you can walk in obedience to my ways and be blessed. എന്നാൽ ദൈവം ഈ ഒരു കാര്യത്തിന് നമ്മെയും ഉത്തരവാദിയാക്കുന്നു. ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തിന്റെ സത്യങ്ങളെ ഏറ്റെടുത്ത് അതിനെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. Just imagine a farmer who is just praying. God, I want to harvest. I want to harvest. I want to harvest. ഒരു കൃഷിക്കാരനെ കുറിച്ച് നാം ഇങ്ങനെയൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എനിക്ക് വലിയൊരു വിളവ് നീ തരണമേ 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 എന്ന് മുട്ടിപ്പായി അദ്ദേഹം മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. God in his mercy would open up and do something for him, but then God would send light and say, farmer, I have given seeds. You must go and sow the seeds. And the seeds will produce a harvest for you. ദൈവം തന്റെ കരുണയിൽ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും. അത് ദൈവത്തിന്റെ കരുണയാണ്. എന്നാൽ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഭൂമിയിലുള്ള ഒരു പ്രമാണമാണിത്. നീ വിതയ്ക്കുക. നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന വിത്തെടുത്ത് നീ വിതയ്ക്കുക. നീ വിതയ്ക്കുമ്പോൾ നീ അവിടുന്ന് തന്നെ കൊയ്യുവാൻ ഇടയായിത്തീരും. 2 Corinthians chapter 9 verse 6 says, 2 കൊരിന്ത്യർ 9:6, but this I say, he who sows sparingly will also reap sparingly, and he who sows bountifully will also reap bountifully. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവർ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. You cannot break God's principles. ദൈവത്തിന്റെ പ്രമാണങ്ങളെ നമുക്ക് പൊട്ടിച്ചു കളയുവാൻ, അതിനെ മറികടക്കുവാൻ നമുക്ക് And then കഴിയത്തില്ല. expect to succeed in life. അത് നാം അനുസരിക്കാതെ പോയിട്ട് അതിനെ ലാഘവമായിട്ട് എണ്ണീട്ട് വീണ്ടും ഇല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും എന്നുള്ള ആ ഒരു പ്രത്യേക ചിന്തയ്ക്ക് അകത്ത് നമുക്കായിരിക്കുവാൻ കഴിയുന്നത്. God wants us to be prosperous so that we would be channels of blessing doing God's work in this generation. നാം അനുഗ്രഹിക്കപ്പെടണമെന്ന് തന്നെ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളിലൂടെ ദൈവവേല നടക്കണമെന്നും ഈ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്നും ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. God wants you to be healthy so you can run and do God's work without any hindrance. നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമുള്ളവരായി നാം ആയിരിക്കണമെന്ന് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഓടി നടന്ന് ദൈവവേല ചെയ്യുവാൻ അത് മുഖാന്തരം ഇടയാകണമെന്ന് നമ്മെ കുറിച്ച് ദൈവം In the താല്പര്യപ്പെടുന്നു. same way, God wants us to enjoy financial well-being. അതുപോലെ തന്നെ സാമ്പത്തികമായ മുന്നേറ്റം നാം അനുഭവിക്കണം എന്ന് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Now there are 3 things that we can do with our seed. നമ്മുടെ വിത്ത് കൊണ്ട് 3 കാര്യം നമുക്ക് ചെയ്യുവാൻ കഴിയും. We need to understand that everything in a nutshell God has kept in the seed. 3 vital principles. 3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഇവിടെ പറയാം. ദൈവം ഈ വിത്തിനകത്ത് വെച്ചിരിക്കുന്ന 3 കാര്യം. Everything comes from the seed. ഈ വിത്തിനകത്തു നിന്നാണ് ദൈവം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതിനകത്ത് In a നിക്ഷിപ്തമായിരിക്കുന്നു. mango seed, there is the potential for a mango tree. The seed is small, but within that, God has encoded life and dynamics so that it can become a great and a big mango tree bearing many mangoes. ഒരു മാങ്ങാപ്പഴം നാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ദൈവം ഒരു വിത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതാണെങ്കിലും അതിനകത്ത് ജീവനുണ്ട്. അതിനകത്തുനിന്ന് അനേകം ഫലം പുറപ്പെടുവിക്കുവാനുള്ള ഒരു ജീവൻ അതിനകത്ത് നിക്ഷിപ്തമായിരിക്കുന്നു. Every seed produces after their kind. ഓരോ വിത്തും അതതിൻ്റെതായിട്ടുള്ള അതേ വർഗം തന്നെ പുറപ്പെടുവിക്കുന്നു. A mango seed will not produce an apple. A mango seed will produce mangoes. ഓരോ വിത്തിനകത്തുനിന്നും അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ വരുന്നു. If you honor someone, you will receive honor back. നാം ഒരു വ്യക്തിയെ മാനിച്ചാൽ മാനം തിരിച്ചു ലഭിക്കും. If you sow your life, your time, your energy into giving something, you return a blessing back. ഏതെങ്കിലും ഒരു കാര്യത്തിനകത്തേക്ക് നമ്മുടെ സമയത്തെ നാം വിതച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വീണ്ടും ഒരുപാട് കൊയ്ത്ത് ദൈവം തിരിച്ച് നമ്മളിലേക്ക് നൽകുവാൻ. Seed produces fruits after their kind. ഏത് തരത്തിലുള്ള വിത്താണോ നാം വിതയ്ക്കുന്നത് അതുപോലെ തന്നെയുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരും. Seed contains harvest in itself. ഈ വിത്തിന്റെ അകത്താണ് ഒരു കൊയ്ത്ത് മുഴുവനും നിക്ഷിപ്തമാക്കി ദൈവം വെച്ചിരിക്കുന്നത്. That's why Jesus said, give and it will be given unto you. Pressed down, shaken together, a great blessing that's overflowing onto your account. നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അമർത്തി കുലുക്കി കവിയുന്ന നിലവാരത്തിൽ ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് നൽകുവാൻ ഇടയാകും. That's God's desire. Just like we acted today, God wants to press down, God
wants you to be running over, shaken, running over, being blessed and overflowing. That's God's heart for അമർത്തി you. കുലുക്കി കവിയുന്ന നിലവാരത്തിലേക്ക് ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരണമെന്ന് ദൈവം How ആഗ്രഹിക്കുന്നു. many of you desire that? God, I must have resources and finances and things that is pressed down, shaken together and overflowing. for നമ്മളിൽ good എത്ര purposes. പേര് ദൈവത്തോട് ഇങ്ങനെ ആഗ്രഹിക്കും, ദൈവമേ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ നീ നൽകുമാറാകണമേ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് അമർത്തി കുലുക്കി കവിയുന്ന നിലവാരത്തിൽ എന്റെ ജീവിതത്തെ നീ ആക്കി തീർക്കണമേ. But God lays principles. God says, give. I never understood that before, earlier in my life. But then, as I was reading and meditating God's word, it struck me. Give. And it says, the measure to which you give is the measure to which you will receive. ആദ്യ സമയങ്ങളിൽ ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നാം കൊടുക്കുന്ന അതേ നിലവാരത്തിൽ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയാക്കും. When I would go to North Indian ministry, it's always lack, it's always poverty. They don't have money. And all the time thinking, God, supply them with whatever they need. നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എപ്പോഴും ഇല്ലായ്മയാണ്, ദാരിദ്ര്യമാണ്, അവിടെ റിസോഴ്സസ് ഇല്ല. ഞാൻ ദൈവത്തോട് കരഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ ഇവരുടെ ആവശ്യങ്ങളിലൊക്കെയും നീ പ്രവർത്തിക്കുമാറാകണമേ എന്ന്. But then God taught me. God said, you must teach them my ways, my principles, so that they can be prosperous and they can do God's work at their own expenses. അതിനുശേഷം ദൈവം ഈ കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കിയപ്പോൾ ഇത് തന്നെ അവരിലേക്ക് പറയുവാനും പഠിപ്പിച്ചു കൊടുക്കുവാനും ദൈവം അവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ദൈവിക വഴികളെ പറഞ്ഞു കൊടുക്കുവാനും ദൈവം ഇടയാക്കി. Now we are speaking about the seed of money. ഈ പ്രത്യേക ദിവസം നാം സമ്പത്തിനെ കുറിച്ച്, പൈസയെ കുറിച്ച്, അതിനെ ഒരു വിത്ത് എന്നുള്ള വിധത്തിലാണ് നാം അതിനെ കുറിച്ചാണ് പറയുന്നത്. That's the whole context of 2 Corinthians chapter 9 verse 6. 2 കൊരിന്ത്യർ 9:6 ആ ഒരു പ്രത്യേക പശ്ചാത്തലമാണ് ഇവിടെ But വിവരിച്ചിരിക്കുന്നത്. this I say, he who sows sparingly will also reap sparingly. But he, chapter 9 verse 6. 9:6 എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. This is God's principle. ഇത് ദൈവത്തിന്റെ ഒരു തത്വമാണ്. Everyone has seeds. എല്ലാവരുടെയും കൈകളില് ദൈവം ഈ വിത്ത് So തന്നിട്ടുണ്ട്. the amount of my seed is different from the amount of your seed. എന്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന വിത്തിന്റെ അളവും നിങ്ങളുടെ അളവും രണ്ടായേക്കാം. But that doesn't matter to God. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അതല്ല പ്രധാനപ്പെട്ട വിഷയം. God expects you to give according to your measure and your faith that you have in Him. നിങ്ങൾക്കുള്ളതനുസരിച്ചും നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ചും സന്തോഷത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് കൊടുക്കുക എന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Now these are the three things that you can do with your seed. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. Either you can eat your seed. എന്റെ കയ്യിലുള്ള വിത്ത് എനിക്ക് തന്നെ ഭക്ഷിക്കാം. You have 5,000 rupees that comes as seed or as money into your hand. ദൈവം നിങ്ങൾക്ക് ഒരു 5,000 രൂപ നിങ്ങളുടെ കയ്യില് ദൈവം നിങ്ങൾക്ക് നൽകുന്നു എന്ന് That's വിചാരിക്കുക. your income for the month. ആ ഒരു മാസത്തേക്കിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള ശമ്പളമാണത്. And you know with this 5,000 rupees it's difficult to live. നിങ്ങൾക്കറിയാം ഈ 5,000 രൂപ വെച്ച് സ്വന്തം കാര്യം പോലും ചെലവ് പോലും നടക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. A person who lives by the Babylonian system will say, how is it possible to live with this 5,000 ഈ rupees? ലോകപ്രകാരമുള്ള രീതിയിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ പൈസ വെച്ച് ഞാൻ ജീവിക്കുമെന്ന് നമ്മൾ ആദ്യം തന്നെ നിരാശപ്പെട്ടു പോകും. A man who has connected himself to God's financial system will say, thank you God for the seed that you've given to me. എന്നാൽ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയും, ദൈവമേ നീ എന്റെ കരങ്ങളിൽ നൽകിയിരിക്കുന്ന ഈ വിത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. And straight away he or she prays 10%, 500 rupees of that 5,000. അതിനകത്തുനിന്നുള്ള ഒരു ദശാംശം ദൈവത്തിന് വേണ്ടി ഒരു 500 രൂപ ആദ്യം തന്നെ മാറ്റിവെക്കും. Instead of being worried and depressed of what we do not have, we begin to thank God. God, I thank you. This is my tithe. This is what I return to you for what you have given me. എനിക്കിതില്ലല്ലോ അതില്ലല്ലോ ഇനിയും എന്തായി തീരുമെന്ന് ഓർത്ത് ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കാതെ ആദ്യം തന്നെ ദൈവമേ ഇത് നിനക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുന്നു എന്നുള്ള
വിധത്തിൽ ദൈവസന്നിധിയിൽ മാറ്റിവെക്കുക. And then according to the measure of your faith, depending upon the need that is there, you begin to say, God, I'm going to set apart another 10%, 15%, 20, whatever God tells you, God prompts you, the Spirit of God prompts you, you take it and then you say, I'm going to set apart the seed and I will not eat it and spend it for myself. അതിനുശേഷം വിശ്വാസത്തിന്റെ അളവനുസരിച്ച് കൂടുതൽ ദൈവസന്നിധിയിലേക്ക് മാറ്റിവെക്കുവാൻ തീരുമാനമെടുക്കുന്നു. Sometimes a second group of people will store all their seeds. ആദ്യത്തെ കൂട്ടര് അവരുടെ വിത്ത് തിന്നുന്നു. രണ്ടാമത്തെ കൂട്ടര് അവർക്കുള്ള വിത്തെല്ലാം സൂക്ഷിച്ച് ശേഖരിച്ച് മാറ്റിവെക്കുന്നു. And it is in the barn house. They would never use that. അത് ഇങ്ങനെ ഒരു സ്റ്റോർ ഹൗസിനകത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാതെ ഇങ്ങനെ മാറ്റി പാത്ത് വെക്കും. But third group of people who understand the divine principles of God will begin to liberally sow, because they know as you sow bountifully, you will reap bountifully. എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടര് അവര് ദൈവത്തിൻ്റെതായിട്ടുള്ള വ്യവസ്ഥകളെ മനസ്സിലാക്കി ഈ വിത്ത് ദൈവം വിതയ്ക്കുവാനാണ് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ വിത്തിനെ വിതയ്ക്കുവാൻ ഇടയാകും. What will a good farmer do? ഒരു നല്ല കർഷകൻ എന്താണ് ചെയ്യുന്നത്? After a harvest, he has 10 bags of rice. Imagine. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, അദ്ദേഹത്തിന് ഒരു 10 ചാക്ക് നിറച്ചുള്ള റൈസ് ഉണ്ട്. And one, he sets it apart. And he says, this I need the choice one, the best seed, the most healthy seeds. He sets it apart before even thinking about the rest of it. He sets it apart for the next sowing. ആ കർഷകൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇതിനകത്തുനിന്നുള്ള ഏറ്റവും നല്ലത് ആദ്യം തന്നെ ഇതെങ്ങനെ ചെലവിടണമെന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും മുൻപില് ഇതിലുള്ള ഏറ്റവും നല്ലത് മാറ്റിവെച്ച് അത് വിതയ്ക്കുവാൻ വേണ്ടി ഞാൻ അതിനെ മാറ്റിവെക്കും. Then only he will either sell this rice or sell this paddy, whatever, and get the money and use it as bread income for his family. അതിനുശേഷം ബാക്കിയുള്ളത് വെച്ച് തനിക്ക് ഭക്ഷിക്കുവാനുള്ള വിധത്തിൽ മറ്റേതിൽ നിന്നും അതിനകത്തുനിന്ന് അദ്ദേഹം അതിനെ ഉപയോഗിക്കുന്നു. And a wise farmer will keep saving more seeds so that he can sow more seeds so that he can have more harvest. അവിടെ ആ കർഷകൻ എന്താണ് ചെയ്യുന്നത്? ഇതിൽ ഏറ്റവും നല്ലത് മാറ്റിവെച്ച് അതിനെ വിതയ്ക്കുവാനും ഒരുങ്ങുന്നു. Hallelujah. Amen. This is what I have seen in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. If people eat their seeds, referring to money, I'm referring to money as your seed. ഈ സമ്പത്ത് നമ്മൾ അതിനെ ഒരു വിത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ, if they do not faithfully tithe and give to God as God wants, they have always lack in their heart, in their lives. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇത് ഉപയോഗിച്ച് ഇത് വിതയ്ക്കുന്നില്ല, കൊടുക്കുന്നില്ല എങ്കിൽ എന്നും ഇല്ലായ്മ മാത്രം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. If they eat what God has given them to sow, then they have lack, and they come under the grip of the spirit of poverty. വിതയ്ക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത വിത്തും കൂടെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ, തിന്നു കഴിഞ്ഞാൽ, വിതയ്ക്കുവാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരിക്കലും ദാരിദ്ര്യത്തിന്റെ ചക്രത്തിനകത്തുനിന്ന് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ഇല്ലായ്മയുടെ ഒരു അവസ്ഥക്കകത്തേക്ക് അവർ കടന്നു വരുന്നു. Those who store their seeds in the storehouse, ഇത് കൊണ്ടുപോയി ശേഖരിച്ചു വെക്കുന്ന കൂട്ടരെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, they have misplaced priorities. അവരുടെ ജീവിതത്തിന്റെ അകത്ത് അവർക്കുണ്ടായിരിക്കുന്നതായിട്ടുള്ള താല്പര്യങ്ങള് അത് വേണ്ടാത്ത വിധത്തിൽ അതായി തീർന്നിരിക്കുന്നു. It is earthbound. They are thinking about the things and affairs of the earth, and they are earthbound, and that's why they store their riches and treasures on earth. ഈ ലോകത്തിന്റെ കാര്യങ്ങളാൽ പിടിക്കപ്പെട്ട്, ഈ ലോകത്തിന്റെ ചിന്തകൾക്കകത്ത് പിടിക്കപ്പെട്ട്, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം മാറ്റി കൂട്ടിവെക്കുന്ന ഒരു പ്രവണതയ്ക്കകത്തേക്ക് അവർ പിടിക്കപ്പെടുന്നു. Because where your treasure is, there your heart is. നിങ്ങളുടേതായിട്ടുള്ള നിക്ഷേപങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ നിങ്ങളുടെ ഹൃദയവും ആയിരിക്കും. If it is earth, the things of this earth, then you will save for yourselves, for your family, for your things. You'd never come and begin to be a great giver like God in God's kingdom. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലും അതിന്റെ വിഷയങ്ങളിലും അത് ചിന്തിച്ച് ഈ ലോകത്തിന്റെ
കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് നിക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് നാം വരുന്നു. ദൈവികമായ കാര്യങ്ങളെ നാം ഉയരത്തിലുള്ളതിനെ ചിന്തിക്കുന്നവരായി നാം ആയിത്തീരുന്നില്ല. But I believe we are not like that. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നാം ഇവിടെ ആയിരിക്കുന്ന ദൈവജനം ഒന്നും അങ്ങനെയല്ല We have the Spirit of Jesus Christ residing within ourselves. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവും യേശുവിന്റെ മനസ്സും അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. That's why when the people of this world calculate how much to give, a man of God who walks with God can release liberally for the things of God. ഈ ലോകപ്രകാരമുള്ള മനുഷ്യർ അവർ ചിന്തിച്ചാലോചിച്ച് എന്നാൽ അതിന്റെ 1% ഇങ്ങനെ കൊടുത്തേക്കാം എന്ന് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ മനുഷ്യൻ ഔദാര്യമായി വിശ്വാസത്തോടു കൂടെ ഞാനിത് ദൈവരാജ്യത്തിലേക്ക് വിതയ്ക്കുകയാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി അദ്ദേഹം Their time, their resources, their ability, their health, everything they show because they trust in the faithfulness of God. അവരുടെ സമയം, അവരുടെ സമ്പത്ത്, അവർക്കുള്ളത് സകലതും അവർ ദൈവരാജ്യത്തിന് വേണ്ടി അവർ വിതയ്ക്കുന്നു. കാരണം ദൈവം വിശ്വസ്തനാണെന്നും ഇതനേകം മടങ്ങ് ദൈവം മടക്കി തന്ന് വീണ്ടും അനുഗ്രഹത്തിന്റെ ഒരു കാരണമായി എന്നെ ആക്കി തീർക്കുമെന്നും അതിൽ ഞാൻ വിശ്വസിക്കുന്നു. Those who eat the seed lack in their life. ഈ വിതയ്ക്കുവാൻ തന്നിരിക്കുന്ന വിത്തും കൂടെ ഭക്ഷിച്ച് തീർക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഇല്ലായ്മ മാത്രം നിലനിൽക്കുന്നു. Those who store up in the storehouse and spend for themselves, they are earthbound. They have never caught God's revelation of eternity. ഈ ലോകപ്രകാരമുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉപയോഗിക്കാതെ മാറ്റി ശേഖരിക്കുന്ന ഒരു പ്രവണതയ്ക്കകത്താണ് നാം ആയിരിക്കുന്നതെങ്കിൽ ഈ ലോകപ്രകാരമുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ ചാഞ്ഞുപോയിരിക്കുന്ന താല്പര്യങ്ങളുടെ ബന്ധത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. If we say, God, I'm going to partake of that same nature and I'm going to give, then you're going to walk in God's financial എന്നാൽ well-being. ദൈവത്തെ പോലെ ആയിത്തീരുകയും ദൈവത്തിൻ്റെതായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നവരാണ് നാം എങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന വിത്തിനെ വിതയ്ക്കുവാനുള്ള വിശ്വാസം നാം കാണിക്കും. Malachi chapter 3 verse 10. Isn't it wonderful? Malachi chapter 3 verse. Can we read from verse 8 to 12? മലാക്കി 3:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? Can man rob God? This is God's question to man. Yeah. എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. Verse 11 and 12. 11-12. അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. Verse 12. നിങ്ങൾ മനോഹരമായ ഒരു ദേശം ആയിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. A whole nation, the people of Israel, were eating up their seed. They were not faithful with respect to giving to God. ഇസ്രായേൽ ജനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സ്വന്തം ജനത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്, അവര് വിതയ്ക്കുവാനുള്ള വിശ്വസ്തത അവര് കാണിച്ചില്ല. അവർക്ക് വേണ്ടി തന്നെ അവര് ഈ വിത്ത് ഉപയോഗിക്കുവാനിടയായി തീർന്നു. And they were worried, they were concerned. God, what's happening with us? Why are we not prospering? ദൈവമേ, എന്താണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാത്തത് എന്നുള്ള വിധത്തിൽ We need breakthrough, oh God. ദൈവമേ, ഈ കാര്യത്തിനകത്ത് മുറിച്ചു മുൻപോട്ട് കടക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. And God's word is coming to them and says, bring your tithes and offerings into the storehouse. 10-ാം വാക്യം പറയുന്നു, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. Come back to my ways, because in my ways I have pronounced blessings in your life. എന്റെ വഴികളിലേക്ക് നിങ്ങൾ മടങ്ങി വരിക, കാരണം അതിന്റെ അകത്താണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ ഞാൻ നിക്ഷിപ്തമാക്കി God says, വെച്ചിരിക്കുന്നത്. try me, prove
prove me. I will be faithful. Come back, repent, come back to my ways. നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്റെ വഴികളിലേക്ക് മടങ്ങി വരിക എന്ന് ദൈവം അവരോട് ആവശ്യപ്പെടുന്നു. Hallelujah. Hallelujah. Amen. Praise God. And God says something that's so amazing. വളരെ അത്ഭുതമേറിയ ഒരു കാര്യം ദൈവം ഇവിടെ പറയുക. When you repent, നിങ്ങൾ അനുതപിക്കുമ്പോൾ, and when you come with your seed, നിങ്ങളുടേതായിട്ടുള്ള വിത്തുകളുമായി നിങ്ങൾ ആലയത്തിലേക്ക് വരുമ്പോൾ, when you give your seed, നിങ്ങളുടെ വിത്തുകളെ നിങ്ങൾ വിതയ്ക്കുമ്പോൾ, God says, I will open the windows of heaven for you. ദൈവം പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ ഇടയാകും. Your seed opens the window of God's favor on your life. നിങ്ങള് വിതയ്ക്കുന്നതായിട്ടുള്ള വിത്തുകൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെതായിട്ടുള്ള ഫേവറും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് കാരണമായി തീരുന്ന ഒന്നായി തീരും. And God says, I will pour out such a blessing that you will not have room sufficient to hold that. സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുക ഇല്ലയോ എന്ന് ദൈവം പറയുന്നു. I will rebuke the devourer. ഞാൻ വെട്ടുകിളിയെ ശാസിക്കും. I will be your protector. അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിക്കുകയില്ല. Your land will be called a delightful land. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായ ഒരു ദേശം ആയിരിക്കുകയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. This is God's provision of blessings for his people. തന്റെ ജനത്തിന് വേണ്ടിയുള്ള ദൈവിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വഴിയെ കുറിച്ചാണ് ഇവിടെ ദൈവം പറയുന്നത്. The book of Psalm 96 verse 8 and 9 instructs us 96 സങ്കീർത്തനത്തില് ഇങ്ങനെ പറയുന്നു, that our giving is worship unto God. നാം കൊടുക്കുന്നത് ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ ആരാധനയുടെ ഒരു പ്രവൃത്തിയാണ്. That's a sign that we truly worship him. നാം വാസ്തവമായി അവനെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമ്മുടെ. That's why he doesn't want his people to come empty-handed before him. അതുകൊണ്ട് തന്നെ അവന്റെ സാന്നിധ്യത്തിലേക്ക് വെറും കൈകളോടെ ദൈവജനം കടന്നു വരണമെന്ന് ഒരിക്കലും ദൈവം Because ആഗ്രഹിക്കുന്നില്ല. God knows that he has given us. കാരണം ദൈവത്തിന് അറിയാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. So even as God says worship in the beauty of his holiness, God says come into my courts നിങ്ങള് Give. എന്റെ പ്രാകാരങ്ങളിലേക്ക് കടന്നു വരിക എന്ന് ദൈവം പറയുന്നു. and give to me. നിങ്ങള് എനിക്ക് Give to me. അർപ്പിക്കുക എന്ന് പറയുന്നു. Hallelujah. Say to God, I want to be a great giver. ദൈവത്തോട് പറയുക, കർത്താവേ ഞാൻ അങ്ങയെ പോലെ കൊടുക്കുന്നവനായി തീരുവാൻ I ആഗ്രഹിക്കുന്നു. want to excel in the grace of giving. കർത്താവേ ഈ ധർമ്മകാര്യത്തിൽ മുന്നേറ്റം പ്രാപിച്ച ഒരു വ്യക്തിയായി ഞാൻ ആയിത്തീരട്ടെ. I want to excel in the grace of giving. കർത്താവേ ഈ കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികം മുന്നേറി വരുവാൻ ഞാൻ Just താല്പര്യപ്പെടുന്നു. by the grace of God, Jesus, he became poor and gave himself so that by his poverty we could become rich. യേശുവിനെ പോലെ നാം സമ്പന്നരായി തീരേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത് പോലെ Father God was willing to release Jesus Christ, the seed, so that he could have a harvest of sons and daughters. തന്റെ ഏകജാതനായ പുത്രനെ ഒരു വിത്തായി, ഏറ്റവും വിലയേറിയ വിത്തായ യേശുവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന് നമുക്ക് വേണ്ടി വിതയ്ക്കുവാൻ മനസ്സ് കാണിച്ച പിതാവായ ദൈവത്തെ പോലെയായി തീരുവാൻ Father sowed the best seed, Jesus the seed. The Bible speaks about that in Galatians chapter 3. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഏറ്റവും വിലയേറിയ വിത്തായിരിക്കുന്ന യേശുവിനെ നമുക്ക് വേണ്ടി വിതച്ചവനായ പിതാവായ ദൈവത്തെ കുറിച്ച് നാം വായിക്കുന്നു. And says to us, will you not partake of my nature? എന്നെ പോലെ നിങ്ങളായി തീരുകയില്ലയോ? Will you not partake of my nature? നിങ്ങൾ എന്നെ പോലെ ആയി Oh തീരുകയില്ലയോ? yes. ഹല്ലേലൂയ. Let's speak to God. Let's say to God, God, here I am, God. Here I am, Lord. Here I am, Master.